തെരുവുനായ വിളയാട്ടത്തിനെതിരെയുള്ള നജീം കുളങ്ങരയുടെ ഒറ്റയാൾ പോരാട്ട സമരത്തിന് ആലുവയിൽ സ്വീകരണം നൽകി. തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി നജീമിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരുവുനായ വിളയാട്ടത്തിനെതിരെ നജീം കുളങ്ങര നടത്തിവരുന്ന ഒറ്റയാൾ പോരാട്ട സമരത്തിന് ആലുവയിൽ സ്വീകരണം നൽകി. കൊല്ലം തേവലക്കര സ്വദേശിയായ നജീം തെരുവുനായയുടെ മുഖം മൂടി വെച്ച് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നവംബർ 1 ആരംഭിച്ച ഒറ്റയാൾ സമര പോരാട്ടം ഡിസംബർ 1 വൈകുന്നേരം ആലുവ ദേശത്ത് എത്തിച്ചേർന്നു. തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി നജീമിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരുവുനായകളുടെ ആക്രമണം മൂലം സമൂഹത്തിലെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി മഴയും വെയിലും താണ്ടി ഒറ്റയാൾ പോരാട്ടവുമായി തുനഞ്ഞിറങ്ങിയ നജീം കേരളത്തിന് മാതൃകയാണെന്ന് ജോസ് മാവേലി പറഞ്ഞു. പാവപ്പെട്ട ആളുകൾക്ക് അതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. തെരുവുനായ്ക്കൾ ഇങ്ങനെ പെറ്റുപെരുകി ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം തെരുവുനായ്ക്കളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതിനെതിരെ ഒരു ഒറ്റയാൻ സമരമായിട്ട് നമ്മുടെ നജീം കുളങ്ങര, അദ്ദേഹം കൊല്ലത്തുള്ളതാണ്. അദ്ദേഹം ഇതിപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് പോകുന്നത് യാത്ര. ഓൾ കേരള യാത്രയാണ് നടക്കുന്നത്. അങ്ങനെ ഓൾ കേരള തെരുവുനായ വിമുക്ത കേരളം എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പട്ടിണി പാവങ്ങൾക്കും സാധാരണക്കാർക്കും വഴിയിലിറങ്ങാൻ നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അതിനെതിരെ ജനശബ്ദം ഉയർത്തിക്കൊണ്ട് ഇവിടെ ഭരണകർത്താക്കളുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും അവരെ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സുപ്രീം കോടതി അടക്കമുള്ള എല്ലാ ഭരണാധികാരികളുടെയും ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണ് നജീമിന്റെ ഒറ്റയാൻ പോരാട്ടം. കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഇതിനെതിരെ ഒന്നിറങ്ങിയതാണ്. ഇപ്പൊ 2ാം ഘട്ടമാണ് ഇറങ്ങിയത്. ഇനി ഇറങ്ങാൻ പോകുന്നത് ഇവത്തിങ്ങളെയൊക്കെ മൂടോടെ ഞാൻ മൂടും. ഇതിപ്പം പട്ടിയുടെ കോലം കെട്ടിക്കൊണ്ടാണ് പഞ്ചായത്തിലും അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിൽ ചെല്ലുന്നത്. ഇവിടെ AC കാറൊന്നുമില്ല. ഇവിടെ ഉള്ളത് ബൈക്ക് യാത്രക്കാരും അവർക്ക് പുറത്തോട്ട് ഇറങ്ങണം. ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇൻഷുറൻസ് ടാക്സും ഒക്കെ അടച്ചിട്ട് റോഡുകളെ കൂടെ ഓടാനാണ്. ഇപ്പൊ ഈ ചേട്ടൻ തന്നെ അങ്ങോട്ട് പോകുന്നു. ഒരു പട്ടി ഉറയെ ചാടി, അവൻ്റെ പട്ടയം ഇവിടെ തുടങ്ങി. ഇപ്പോഴും കിടപ്പുണ്ട് 4 വർഷമായിട്ട് ഒരാൾ ഒറ്റ കട്ടിലേല്. എന്തെങ്കിലും സംഭവിക്കുമ്പം പൂങ്കണ്ണീര് മാറ്റി തരും. ഇന്നാണോ മാനമില്ലയോ? ഞാൻ പച്ചയ്ക്കും ചോദിക്കുക. കുറെ റീത്തും ഇവിടെ തെരുവുനായകളെ കൊണ്ട് പുറത്തി ഇറങ്ങാൻ വയ്യ. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. തെരുവുനായക്കളെ നിങ്ങൾ മാറ്റിയേ പറ്റൂ ഇവിടുന്ന്. സ്വന്തം ജീവിത പ്രാരാബ്ധങ്ങൾ മറന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നജീമിന് തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. നജീമിന്റെ ഒറ്റയാൾ പോരാട്ടം ജനഹൃദയം കീഴടക്കി മുന്നേറുകയാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം.